GGC HOK Private Limited, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 183 ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികൾ പോളിംഗ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം നടന്നത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 153 ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. പോളിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റി പോളിംഗ് ബൂത്തിലേക്ക് മടങ്ങിയത്. 50ഓളം സാധന സാമഗ്രികളാണ് ഓരോ ബൂത്തിലേക്കും ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത്. 153 ബൂത്തുകളാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലുള്ളത്. എങ്കിലും 30 റിസർവ് മെഷീനുകളും മറ്റ് സാമഗ്രികളും ഇലക്ഷൻ കമ്മീഷൻ അഡീഷണലായി കരുതിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി സാധനങ്ങൾ കൈപ്പറ്റി. മൂവാറ്റുപുഴ RDO ഷൈജു P. ജേക്കബാണ് സാധനങ്ങളുടെ വിതരണത്തിന് നേതൃത്വം നൽകിയത്. ഒരു ബൂത്തിൽ 5 ഉദ്യോഗസ്ഥരാണുള്ളത്. പോലീസുകാർ ഉൾപ്പെടെയാണ് 5 പേർ. പോലീസും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് കീഴിൽ 11 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കേന്ദ്രസേനയടക്കമുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയോടുകൂടി ഉദ്യോഗസ്ഥരെല്ലാം പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് മടങ്ങി. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിച്ച് വൈകിട്ട് പോളിംഗ് അവസാനിക്കുന്നതുവരെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും അതാത് ബൂത്തിലുണ്ടാകും. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളും കാറുകളും ടാക്സി കാറുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിൽപ്പെടും. കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ. ഡിസ്കൗണ്ട് സെയിൽ വെറും 10 ദിവസത്തേക്ക് മാത്രം. വേഗമാകട്ടെ. ഏപ്രിൽ 18 മുതൽ 28 വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ്സ് പ്രോഡക്റ്റുകൾക്കും 30% ഡിസ്കൗണ്ട് സെയിൽ. ആദ്യമാദ്യമെത്തി ഈ സുവർണാവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.